ആധുനിക ഇന്ത്യയുടെ ശില്പി എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും നെഹ്റു തന്നെയാണ്. ജനിച്ചത് 1889 നവംബർ 14 അലഹബാദിലാണ്. നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 ദേശീയ ശിശുദിനമായി ആചരിക്കുന്നു. ഏറ്റവും കൂടുതൽ കാലം നിലവിൽ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച വ്യക്തിയാണ് നെഹ്റു. 1947 ഓഗസ്റ്റ് 15 മുതൽ 1964 മെയ് 27 വരെയായിരുന്നു ഭരണകാലഘട്ടം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ ശില്പി, പ്ലാനിംഗ് കമ്മീഷൻ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്നിവയുടെ ആദ്യ അധ്യക്ഷൻ നെഹ്റു ആണ്. 1938 രൂപീകൃതമായ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റിയുടെ ആദ്യ ചെയർമാൻ, 1959 പഞ്ചായത്ത് സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും നെഹ്റു തന്നെയാണ്. 1962 ഇന്ത്യ ചൈന യുദ്ധസമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി, പോസ്റ്റൽ സ്റ്റാമ്പിലും നാണയത്തിലും പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി, കേരള നിയമസഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയും നെഹ്റു ആണ്. 1952 രൂപീകൃതമായ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ ആദ്യ ചെയർമാനും, 1952 കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച സമയത്തെ പ്രധാനമന്ത്രിയും, 1954 ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ ഇൻലായുമായി ചേർന്ന് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചതും നെഹ്റു ആണ്. 1955 ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം ലഭിച്ചു. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്ന് വിശേഷിപ്പിക്കുന്നത് നെഹ്റുവിനെയാണ്. 1942 ഗാന്ധിജി ഇത്തരത്തിൽ വിശേഷിപ്പിച്ചത്. ആദ്യമായി അവിശ്വാസ പ്രമേയം നേരിട്ട പ്രധാനമന്ത്രിയാണ് നെഹ്റു. ചാണക്യ എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തി. പ്രധാനപ്പെട്ട കൃതികളാണ് ലെറ്റേഴ്സ് ഫ്രം എ ഫാദർ ടു ഹിസ് ഡോട്ടർ, ആൻ ഓട്ടോബയോഗ്രഫി, ദ ഡിസ്കവറി ഓഫ് ഇന്ത്യ. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രിയാണ് നെഹ്റു. 1964 മെയ് 27.